ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. പ്രത്യേകിച്ച് ചേരുവകളൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി മാവൊക്കെ പൊന്തി വരുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, അതേ ചേരുവയിൽ തന്നെ നല്ല രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി എടുക്കാം. ഇവിടെ നാടൻ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിലാണ് പച്ചരി എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഗ്ലാസ്സിലോ വേറൊരു പാത്രത്തിലോ ആണ് എടുക്കുന്നതെങ്കിൽ അതേ പാത്രത്തിൽ തന്നെ ബാക്കിയുള്ള ചേരുവകൾ കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പച്ചരിയിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഒരു 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം അവസാനം നല്ല വെള്ളം ഒഴിച്ച് നമുക്കിത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചരി എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതിലും വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം. 3-4 വെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയ ശേഷം അവസാനം നല്ല വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഉഴുന്നിൽ അവസാനം ഒഴിക്കുന്ന അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല വെള്ളം തന്നെ ഒഴിക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉലുവയാണ്. 1 ടീസ്പൂൺ ഉലുവ കൂടി ഇതിലേക്ക് നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അരിയും ഉലുവയും ഉഴുന്നും ഏകദേശം 4 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മിനിമം 4 മണിക്കൂറെങ്കിലും ഇവയെല്ലാം കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അതാ നമ്മുടെ അരിയും ഉഴുന്നൊക്കെ ഇവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പച്ചരിയിലെ വെള്ളമൊക്കെ മാറ്റിയ ശേഷം ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിയും ഉഴുന്നും എടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരിക്കും ചോറിനൊക്കെ മീതെ നിമന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ കൂടി ചേർത്ത് ഉഴുന്നിന് മീതെ വെള്ളം നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളമില്ലേ, ആ വെള്ളം തന്നെ ഒഴിച്ച് ഉഴുന്നും നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത് മാവിലേക്ക് നമ്മൾ അരി അരച്ച വച്ചിരിക്കുന്ന മാവിലേക്ക് ഉഴുന്നുകൂടി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈ കൊണ്ട് തന്നെ കൈയൊക്കെ നല്ലോണം വാഷ് ചെയ്ത ശേഷം കൈ കൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ്, ഒരു 5 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ്, കുറഞ്ഞത് ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ അടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി. നമ്മുടെ മാവ് നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടുന്നതിന് ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 8 മണിക്കൂർ നമുക്ക് മാവ് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാനിവിടെ വൈകുന്നേരമാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും മാവ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, മാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാവ് നമ്മൾ അരച്ച് വെച്ചതുപോലെയല്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യല്ലേ നമ്മുടെ മാവ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട. ഉപ്പ് നമ്മുടെ മാവിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ കുറച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ടൈമിൽ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് ഒഴിച്ച് വെച്ച് കൊടുക്കാവുള്ളൂ. ഇവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി തട്ടിലെ വെള്ളമൊക്കെ മാറ്റി നല്ലപോലെ തുടച്ചെടുത്ത ശേഷം ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഓയിൽ പുരട്ടി കൊടുക്കാം. നല്ലോണം ഒന്ന് ഓയിൽ എൻ്റെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഒന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇങ്ങനെ ഓയിൽ പുരട്ടി കൊടുത്താൽ. ഇനി നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച ശേഷം നമുക്ക് ഈ തട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ തവി മാവ് നമുക്കിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
അപ്പോൾ അതാ ഞാൻ 2 തട്ടിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പം എന്താ 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം തുറന്ന് നോക്കാം. എന്താ നമ്മുടെ ഇഡ്ഡലി വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി തട്ട് തണുത്ത ശേഷം ഓരോ ഇഡ്ഡലികളായിട്ട് ഇളക്കിയെടുക്കാം. ഇഡ്ഡലി തട്ട് തണുത്ത ശേഷം മാത്രമേ ഇത് ഇളക്കിയെടുക്കാവൂ, അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ഇതിൽ ഒട്ടിപ്പിടിക്കും. അത് പെട്ടെന്ന് തണുക്കാൻ എന്ത് ചെയ്യും, നമ്മൾ ടാപ്പ് തുറന്ന് വിട്ടിട്ട് നമ്മുടെ തട്ടിൻ്റെ ബേക്കൊന്ന് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഇഡ്ഡലി എന്ത് സോഫ്റ്റാണ്. കണ്ടോ, കുറഞ്ഞ ചേരുവയിൽ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. ചൂട് സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ എന്ത് അടിപൊളിയാണ് അല്ലേ ഇഡ്ഡലി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് കൂടി അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.